ദിലീപ് ആലുവ പോലീസ് ക്ലബിലേക്ക് ബ്ലാക്ക്മെയിൽ കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കലിലാണ് പ്രാഥമികമായും ദിലീപ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തുന്നത്. പോലീസ് മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ മൊഴിയെടുക്കൽ ആരംഭിക്കുമെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തെത്തുന്നത്. കൊച്ചിയിൽ നടി ആക്രമണത്തിന് വിധേയമായ സംഭവത്തിൽ തുടർന്ന് പ്രതികളായ പൾസർ സുനിയും കൂട്ടുപ്രതി സഹതടവുകാരൻ വിഷ്ണുവുമൊക്കെ ചേർന്ന് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പറ്റാനായി ശ്രമിച്ചു ടെലിഫോണിലൂടെ എന്ന ദിലീപിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ മൊഴിയെടുക്കൽ നടക്കുന്നത്, അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ പോകുന്നത്. അതിനായി ദിലീപ് എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഷൂട്ടിങ്ങിന് ശേഷം ഇന്ന് പുലർച്ചെ എത്തിയ ദിലീപ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ദിലീപിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ദിലീപിന്റെ പരാതിക്ക് അപ്പുറത്തേക്ക് പൾസർ സുനിയുടേതടക്കം കേസുമായി ബന്ധപ്പെട്ട പൂർവ്വകാലങ്ങളിൽ അടക്കമുള്ള ദിലീപിന്റെ ചില പരാമർശങ്ങൾ, പ്രതികൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കൂടി ഈ മൊഴിയെടുക്കലിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് എടുത്തേക്കുമെന്ന നിർണായകമായ സൂചനകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നടൻ ദിലീപ് ഇതാ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അതായത് പരാതിയുടെ അടിസ്ഥാനത്തിൽ, ദിലീപിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ മൊഴി രേഖപ്പെടുത്തിയില്ല പോലീസ് എന്ന പരിഭവം ദിലീപ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദിലീപിനെ മൊഴിയെടുക്കലിനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ആലുവ പോലീസ് ക്ലബിൽ ദിലീപ് എത്തിയോ? എന്തൊക്കെയാണ് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്? മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് എങ്കിൽ? അജിംഷാദ്, ദിലീപ് അല്പസമയത്തിനകം എത്തും. അദ്ദേഹം അല്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോലീസ് ക്ലബിലെത്തും. നാദിർഷാണ് എത്തിയിട്ടുള്ളത്. ദിലീപ് ആലുവയിലെ വീട്ടിൽ നിന്ന് പോലീസ് ക്ലബിൽ എത്തിയിരിക്കുന്നു. സാലി മുഹമ്മദ്, അതായത് പോലീസ് ക്ലബിൽ എത്തിയിരിക്കുന്നു. ദിലീപ് പരാതി നൽകിയത് പ്രകാരമുള്ള ബ്ലാക്ക് മെയിലുമായി ബന്ധപ്പെട്ട്, ദിലീപ് പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കലിനായി ആലുവ പോലീസ് ക്ലബിൽ ദിലീപ് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം മൊഴിയെടുക്കൽ ആരംഭിക്കുമെന്ന്, അതായത് സാലി, നമുക്ക് ലഭിച്ച സൂചനകൾ പ്രകാരം ഒരുപക്ഷെ ബ്ലാക്ക് മെയിലുമായി ബന്ധപ്പെട്ട് കേസിന്റെ ശേഷമുണ്ടായ, അല്ലെങ്കിൽ സംഭവത്തിന് ശേഷമുണ്ടായ പ്രതികളായ പൾസർ സുനിയും വിഷ്ണുവും ജയിലിൽ കിടക്കവേ ബ്ലാക്ക് മെയിൽ ചെയ്തു ദിലീപിനെയും നാദിർഷായെയും പണത്തിന് വേണ്ടി എന്നതാണ് ദിലീപിന്റെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കൽ ഉണ്ടായത് എങ്കിലും, അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നത് എങ്കിലും, മറ്റു ചില വിവരങ്ങൾ കൂടി ദിലീപിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടെത്തിയ പ്രതികളുടെ മൊഴികളുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയുമോ ഇന്ന് ദിലീപിൽ നിന്ന്? അങ്ങനെ ഉണ്ടോ സൂചനകൾ? അജിംഷാദ്, തീർച്ചയായും ദിലീപ് പറയാനുള്ളത് കേൾക്കുക മാത്രമല്ല അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. സാങ്കേതികമായി ഇത് മൊഴിയെടുക്കൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിലും മറ്റു ചില, ഒരു പക്ഷേ ചോദ്യം ചെയ്യലിന്റെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. കാരണം സുനിൽകുമാർ ചോദ്യം ചെയ്യൽ നൽകിയിരിക്കുന്ന ചില മൊഴികളിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ വ്യക്തതയോടെ കൂടി ദിലീപിൽ ചോദിച്ചറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഏതായാലും അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി ഇത് ഒരു മൊഴിയെടുക്കലാണെങ്കിലും ദിലീപ് പറയുന്നത് മാത്രം കേൾക്കുക എന്ന ലക്ഷ്യത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട്. കാര്യം പൾസർ സുനി നൽകിയ മൊഴിയിൽ മാത്രമല്ല, പൾസർ സുനി നൽകിയ കത്തിൽ ഒക്കെ ചില കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. അതിൽ ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ദിലീപിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. അത് സാങ്കേതികമായി പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ ഒരു വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘത്തിന് മുന്നോട്ടുള്ള അന്വേഷണത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് അതായത് സാലി, ദിലീപ് മാത്രമല്ല, നാദിർഷായും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. നാദിർഷായെയും ദിലീപിലേക്ക് എത്താനുള്ള മാർഗമായി പൾസർ സുനിയും സഹതടവുകാരനും ഉപയോഗിച്ചു എന്നാണ് നാദിർഷ പീപ്പിൾ ടിവിയോട് അടക്കം പ്രതികരിച്ചിരുന്നത്. ആ പരാതിയിൽ നാദിർഷ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാദിർഷായുടെ മൊഴിയെടുക്കൽ കൂടി ഇന്ന് തന്നെ ഉണ്ടാകുമോ സാലി? നാദിർഷ ഇതിനകം തന്നെ ആലുവ പോലീസ് ക്ലബിൽ എത്തി അകത്തേക്ക് പോയിട്ടുണ്ട്. നാദിർഷായെയും രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയും രണ്ടുപേരെയും വെവ്വേറെയും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് കൂടിയാണ് രണ്ടുപേരോടും ഒരേ സമയത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദിലീപിനോട് പോലീസ് പറഞ്ഞത് 12 മണിക്ക് ഹാജരാകാനാണ്. അതേ സമയം തന്നെയാണ് നാദിർഷായ്ക്ക് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇവർ രണ്ടുപേരോടും വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നാദിർഷായും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ
ഫോൺ സന്ദേശം വന്നത് സംബന്ധിച്ച് ഒരു പരാതി നാദിർഷയും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ രണ്ട് കേസിലും ഏതായാലും സെപ്പറേറ്റ് എഫ്ഐആർ ഇട്ടുള്ള ഒരു അന്വേഷണത്തിലല്ല പോലീസ്. പ്രധാന കേസിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിട്ട എഫ്ഐആറിന്റെ തുടർച്ചയായ ഒരു അന്വേഷണം എന്ന നിലയ്ക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതിയിന്മേൽ വിശദമായ മൊഴിയെടുക്കും. ഒപ്പം തന്നെ ചെയ്യുന്ന കാര്യം ഈ മറ്റ് ചില മൊഴികൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികം സുനിൽകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ അതും കൂടി തീർച്ചയായും ദിലീപ്, തീർച്ചയായും സാലി, അതായത് ദിലീപിനൊപ്പം നാദിർഷയും ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ ദിലീപും നാദിർഷയും സംയുക്തമായി തന്നെ പോലീസിന് മൊഴി നൽകും. ഒരുപക്ഷെ ആ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കപ്പുറത്തേക്ക് പല കാര്യങ്ങളും ഇവരിൽ നിന്ന് ചോദിച്ചറിയാനും അന്വേഷണത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്താനും പോലീസിന് സഹായിക്കും ഈ മൊഴിയെടുക്കൽ എന്നുകൂടി കരുതാമോ? എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ച് നിരീക്ഷകരും നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്? സാലി, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിർണായകമാണ്. ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ ദിലീപുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പുറത്ത് ഉള്ള ജനത്തെ സംബന്ധിച്ചിടത്തോളം, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഏതായാലും വളരെ തന്ത്രപൂർവ്വമാണ് ഇക്കാര്യത്തിൽ ഒരു സമീപനം സ്വീകരിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ വിശദമായ അന്വേഷണം നടത്തി ഒരു കുറ്റപത്രം ഇതിനകം തന്നെ പോലീസ് സമർപ്പിച്ചു. അപ്പോ പുറത്ത് ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. ഇത് സംബന്ധിച്ച് നടത്തിയ ഗൂഢാലോചനയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒന്നും നടക്കുന്നില്ല. ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നു, അന്വേഷണം അവസാനിച്ചിരിക്കുന്നു എന്ന പ്രതീതി പോലീസ് സൃഷ്ടിച്ചു. പക്ഷെ അതിനുശേഷം പോലീസ് കൃത്യമായി ചെയ്ത ഒരു കാര്യം, പൾസർ സുനി ജയിലിനുള്ളിലും പുറത്തും ഒക്കെ ആരൊക്കെയായി ബന്ധപ്പെടുന്നു എന്നുള്ളത് വളരെ സുസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു അന്വേഷണ സംഘം. ആരൊക്കെയായി ബന്ധപ്പെടുന്നു ഒരു കാര്യം തുറന്നു പറയാം, ചിലരുടെ മാധ്യമ വിചാരകൾക്ക് ഇരിക്കാൻ എനിക്ക് നേരമില്ല. അപ്പൊ അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പോലീസിനോടും കോടതിയോടൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. കാരണം എന്നെ പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ ചുറ്റിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് കൂടുതൽ ഞാൻ സംസാരിക്കാൻ, ഞാൻ കൊടുത്ത പരാതിക്ക് അനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോ പോകുന്നത്. ദയവ് ഇത് വളം തൊടിച്ചൊന്നും പറയുന്നത്. കഴിഞ്ഞു വന്നിട്ട് ഞാൻ തീർച്ചയായും ദിലീപിന്റെ പ്രതികരണം. സാലി, ദിലീപ് പ്രതികരിച്ചിരിക്കുന്നു. അതായത് ആലുവ പോലീസ് ക്ലബിലേക്ക് കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളോടായി ദിലീപ് പറഞ്ഞിരിക്കുകയാണ്, ഒരു പക്ഷേ വളരെ പക്വമായതാണോ, ആത്മവിശ്വാസം ജനിപ്പിക്കുന്നതാണോ, അതോ താൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് നിന്ന് പഠിച്ച പാഠത്തിന്റെ ഫലമായിട്ടാണോ? എന്താണ് ദിലീപ് പറഞ്ഞത്? ഇനി മാധ്യമ വിചാരണകൾക്കില്ല, അതിന് ഉതകുന്ന ഒന്നും ഒരു ഊർജവും നൽകാൻ താനില്ല, മറിച്ച് പോലീസിനും നിയമത്തിനും വേണ്ടത്, കോടതിക്കും വേണ്ടത് കൃത്യമായി നൽകും, അന്വേഷണവുമായി സഹകരിക്കും. ഇപ്പോൾ താൻ എത്തിയിരിക്കുന്നത് താൻ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടു എന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ്. നാദിർഷയും ഇത് തന്നെയാകുമോ പറയുക? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സാലി, ദിലീപ് വിശദീകരിച്ചത് ഇങ്ങനെയാണ്, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ പോലീസിനോട് പറയും. തന്നെ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്, താൻ വന്നിരിക്കുന്നത്, താൻ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക്മെയിലിങ്ങിനെ സംബന്ധിച്ചൊരു പരാതി. അതിനെക്കുറിച്ച് തനിക്ക് പറയാനുള്ളത് പറയുക, തനിക്ക് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പോലീസിന് നൽകുക എന്നുള്ളതാണ് തന്റെ ഈ മൊഴി നൽകലിന്റെ ലക്ഷ്യം. അല്ലാതെ മറ്റേതെങ്കിലും കേസുമായി ഇതിനെ ബന്ധപ്പെടുത്തരുത് എന്നൊരു അഭ്യർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അല്പം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നൽകിയ ബൈറ്റാണിത്. അതിനുശേഷം ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലെത്തി അദ്ദേഹം കയറി ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. അതിനുശേഷം ഇനി ഒരു പക്ഷേ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഈ മൊഴിയെടുക്കലിന് ശേഷം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്. കയറി പോകുമ്പോൾ ഉണ്ടായിരുന്ന അതേ ആത്മവിശ്വാസത്തോടും പ്രസരിപ്പോടും കൂടി തന്നെയാകുമ്പോൾ മൊഴി നൽകിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു വരിക, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പോലീസ് എടുക്കുന്ന സമീപനം എത്രമാത്രം കർക്കശ സ്വഭാവത്തോടുള്ളതാകും എന്നൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷമേ നമുക്ക് പറയാൻ കഴിയൂ. ഏതായാലും ദിലീപ് ഇപ്പോൾ തൽക്കാലം വലിയ ആത്മവിശ്വാസത്തോടും ഒക്കെ കൂടി അത്തരം ഒരു ആത്മവിശ്വാസം കൈമാറിക്കൊണ്ടുകൂടി തന്നെയാണ് കടന്നുപോയിരിക്കുന്നത്. അതേതായാലും ദിലീപ് ഇപ്പോൾ വിശദീകരിച്ചതുപോലെ സാങ്കേതികമായി ഇത് ബ്ലാക്ക്മെയിൽ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ തന്നെയാണ്, അല്ലെങ്കിൽ മൊഴിയെടുക്കൽ തന്നെയാണ്. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിൽ നാദിർഷയും ദിലീപും
പോലീസിന് നൽകിയ തീർച്ചയായും ആലുവ പോലീസ് ക്ലബിന്റെ മുറ്റത്ത് നിന്നും നമ്മുടെ പ്രതിനിധി കൂടി ചേരുന്നു, TP പ്രശാന്ത് കൂടി ചേരുന്നു. പ്രശാന്ത്, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ദിലീപ് പറഞ്ഞു മാധ്യമ വിചാരണകൾക്ക് നിൽക്കില്ല, പോലീസും കോടതിയുമായി സഹകരിക്കുകയാണ് ഇനി തന്റെ തീരുമാനമെന്ന്. അവിടെ എത്തിയോ ദിലീപ്? കയറിയോ? പോലീസ് ക്ലബിലേക്ക് കയറിയോ? ദിലീപിന് ആദർശം അല്പസമയം മുമ്പാണ് ഇവിടെ പോലീസ് ക്ലബ്ബിൽ എത്തിയിട്ടുള്ളത്. ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക. പ്രധാനമായിട്ടും ബ്ലാക്ക്മെയിൽ കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ദിലീപ് വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും മാധ്യമ വിചാരണയ്ക്കടക്കം നിന്ന് കൊടുക്കില്ല എന്നും മുഴുവൻ അന്വേഷണവുമായി സഹകരിക്കും എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, സംവിധായകൻ നാദിർഷയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. നാദിർഷയും എത്തിയിരുന്നു. നാദിർഷ ദിലീപ് വരുന്നവരെ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇരുവരും കാറിൽ പോലീസ് ക്ലബിനകത്തേക്ക്. അതായത് പ്രശാന്ത്, വളരെ നിർണായകമായ, ഒരുപക്ഷെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം, ഒരുപക്ഷെ വലിയ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്തരം ഒരു ട്വിസ്റ്റിന്റെ നിർണായകമായ ദിശയാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ നടക്കുന്നത്. ആലുവ പോലീസ് ക്ലബിലേക്ക് മൊഴിയെടുക്കാനായി ദിലീപ് എത്തുമ്പോൾ നേരത്തെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് തന്റെ മൊഴിയെടുത്തില്ല എന്ന പരിഭവം ദിലീപ് പറയുന്നു. ദിലീപിനും മറ്റു സുഹൃത്തുക്കൾക്കുമെതിരെ പരസ്യ പ്രതികരണത്തിന് കേസെടുക്കാൻ പോലീസ് തീരുമാനിക്കുന്നതിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. ഒപ്പം നടിയുമായി ബന്ധപ്പെട്ട് നാളെ വനിതാ കമ്മീഷൻ കാണുന്നു. ഇങ്ങനെ നിർണായകമായ കാര്യങ്ങൾ ട്വിസ്റ്റിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ദിലീപ് അവിടെ എത്തുന്നത്. ദിലീപ് അകത്ത് കയറിയോ? മൊഴിയെടുക്കൽ ആരംഭിച്ചോ? നാദിർഷ എത്തിയോ? അത്തരം വിശദാംശങ്ങളിലേക്ക് ചടുലമായി കൂടി പോയാൽ പ്രശാന്ത്. ആദ്യം നാദിർഷയാണ് ഇവിടെ പോലീസ് ക്ലബിന് സമീപം എത്തിയത്. അദ്ദേഹം എത്തിയതിനു ശേഷം ഇവിടെ കാറിൽ കാത്തുകിടന്നു. ദിലീപ് വരുന്നവരെയാണ് അദ്ദേഹം കാത്തുകിടന്നത്. അതിനുശേഷം ദിലീപ് പിന്നീട് ഒരു കാറിലെത്തി. ഇരുവരും കൂടി ഇതിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. എന്തായാലും ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രധാനമായിട്ടും ഇതിനു മുമ്പ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു. തമിഴ്നാട്ടിലായതിനു ശേഷമാണ് അദ്ദേഹത്തിന് എത്താൻ കഴിയാതിരുന്നത്. എന്നാൽ ഷൂട്ടിംഗ് പൂർത്തിയായ ശേഷം ഇന്നലെ രാത്രിയോടുകൂടി മടങ്ങിയെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഇപ്പോൾ ഹാജരായിട്ടുള്ളത്. എന്തായാലും ദിലീപിന്റെ ഡ്രൈവറെയും അതുപോലെ തന്നെ മാനേജർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് നടി ആക്രമിച്ചുമായി ബന്ധപ്പെട്ട കേസിലെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇനി പുറത്തു വരാൻ പോകുന്നത്. എന്തായാലും വളരെ ഉദ്വേഗജനകമായിട്ടുള്ള, കാരണം പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ വലിയ തരത്തിലുള്ള മാധ്യമ വാർത്തകളും എല്ലാം തന്നെ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമ വിചാരണയ്ക്ക് ഇനി നിന്നു കൊടുക്കില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് ദിലീപ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യൽ അല്പസമയത്തിന് ഇപ്പോൾ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ADGP സന്ധ്യ തന്നെയുടെ നേതൃത്വത്തിൽ തന്നെയാണ് മൊഴിയെടുക്കൽ നടക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നാദിർഷ കൂടി കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇരുവരെയും ഒരുമിച്ചായിരിക്കുമോ മൊഴിയെടുക്കുക? അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അതിനു മുമ്പുള്ള പ്രതികളുടെ അവസ്ഥയും അതുമായി ബന്ധപ്പെട്ട് പ്രതികൾ നൽകിയിട്ടുള്ള വിവരങ്ങളും അത്തരം കാര്യങ്ങൾ കൂടി ഈ മൊഴിയുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പോലീസ് ചോദിച്ചറിയും, അന്വേഷണത്തെ കൂടുതൽ ശരിയായ ദിശയിലേക്ക് എത്തിക്കാൻ. അങ്ങനെ കൂടിയുള്ള സാധ്യതകൾ പോലീസ് വൃത്തങ്ങളിൽ നിന്നും രഹസ്യമായി നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ദിലീപിന്റെയും നാദിർഷയുടെയും മൊഴിയെടുക്കലിന് വളരെ വലിയ പ്രാധാന്യമില്ലേ പ്രശാന്ത്? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രചരിച്ചിരുന്ന ചില വാർത്തകൾ അതിനെല്ലാം തന്നെ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുന്ന തരത്തിലേക്കായിരിക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ദിലീപിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പങ്കിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വരിക. മാത്രവുമല്ല, ദിലീപിന്റെ മാനേജറെ അടക്കം ഭീഷണിപ്പെടുത്തി, അതുപോലെ ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യത്തിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേകം ചോദിച്ച് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ നാദിർഷയുമായി ബന്ധപ്പെട്ട് നാദിർഷയും ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചറിയും. എന്തായാലും ഇവിടെ ഈ ചോദ്യം ചെയ്യലിന് വിധേയമായ ശേഷം അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പങ്കെടുക്കാൻ കൊച്ചിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ എത്ര നേരത്തേക്ക് ചോദ്യം ചെയ്യൽ നീളുമോ എന്ന കാര്യത്തെക്കുറിച്ചും ഒന്ന് വ്യക്തതയില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരായി ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് തന്നെ നടൻ വിധേയനാകുന്നത്. അത്തരത്തിൽ നടനെയും നാദിർഷയെയും ചോദ്യം ചെയ്ത ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഒരു തുമ്പും അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണവും ഇതിന്റെ യഥാർത്ഥ വസ്തുക്കളും പുറത്തു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അത് എത്ര മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ ഒന്നും പറയാനാകില്ല. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി ചോദിച്ചറിയാം. വ്യക്തമായ ചോദ്യാവലികളോടുകൂടി തന്നെയായിരിക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചോദ്യം ചെയ്യുക എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘമാണ് ഇതിനായി നേതൃത്വം തന്നെ കൊടുക്കുന്നത്. ദിലീപിന്റെ ഡ്രൈവറെയും അതുപോലെ തന്നെ മാനേജറും അടക്കമുള്ളവരെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും നാദിർഷയും ദിലീപുമാണ് ഇപ്പോൾ പോലീസ് കോട്ട ഈ കാണുന്ന
നിന്ന പോലീസ് ക്ലബിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യും. ഒരുപക്ഷെ വ്യത്യസ്തമായ തലങ്ങളിൽ ഇരുത്തിക്കൊണ്ടായിരിക്കും അവരെ ചോദ്യം ചെയ്യുക, ഒരുമിച്ചായിരിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദിലീപിൽ നിന്നായിരിക്കും ആദ്യം ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയുക, പിന്നീട് നാദിർഷയിൽ നിന്നും ഇക്കാര്യങ്ങൾ ചോദിച്ചറിയും. അത് തമ്മിൽ ഒത്തുനോക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും പോലീസ് പ്രധാനമായിട്ടും നോക്കുക. ഇതിനകത്ത് എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ പോലീസ് വ്യക്തമായി പരിശോധിക്കും. തീർച്ചയായും ആലുവ പോലീസ് ക്ലബിൽ ദിലീപിനെയും നാദിർ ഷായുടെയും മൊഴിയെടുക്കുന്ന ആലുവ പോലീസ് ക്ലബിന്റെ മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി TP പ്രശാന്താണ് വിവരങ്ങൾ നൽകി വരുന്നത്, ദൃശ്യങ്ങൾ സഹിതം.